BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും ഈ കൺസേൺഡ് വിഷയത്തിൽ എന്താണ്? ഇയാളൊരു ജനപ്രതിനിധിയാണ്. പാലക്കാട് ജനങ്ങളുടെ മുമ്പിൽ അടൂരിൽ നിന്ന് കൊണ്ടുവന്ന് ഷാഫി പറമ്പലിൻ്റെ പേഴ്സണൽ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലും VD സതീശൻ്റെ അനുഗ്രഹാശിസുകളോട് കൂടിയും KC വേണുഗോപാലിൻ്റെ നല്ല സമ്മതത്തോടു കൂടിയും രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ മിണ്ടാതെ മിണ്ടിയും സുധാകരൻ അടക്കമുള്ളവർ ഓക്കെ എന്ന് പറഞ്ഞു കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച വ്യക്തിയാണ് പാലക്കാടിന് മുമ്പിൽ വലിയ സംഭവമായിട്ട്. അങ്ങനെ പാലക്കാടിൻ്റെ ജനപ്രതിനിധിയായിട്ട് അദ്ദേഹം നിയമസഭയിൽ വന്ന നാൾ മുതൽ, അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന നാൾ മുതൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ശൈലികൾ എല്ലാവർക്കും അറിയാം. ഇപ്പം നമ്മളും ചർച്ചയിൽ തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അതും ഇദ്ദേഹത്തിൻ്റെ ശൈലി നോക്കൂ. K. കരുണാകരൻ എന്ന് പറഞ്ഞാൽ ഞാൻ തൃശ്ശൂർ ജില്ലക്കാരനാണ്. തൃശ്ശൂരിലെ K. കരുണാകരൻ്റെ വീടാണ്. കല്യാണിക്കുട്ടിയമ്മ എന്ന് പറയപ്പെടുന്ന ഒരു അമ്മയെക്കുറിച്ച് തൃശ്ശൂരിലെ ഒരു രാഷ്ട്രീയ പ്രവർത്തകർക്കും ഒരു വിരോധമില്ലാത്ത വളരെ നല്ല അമ്മ, ആ അമ്മയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളടക്കം ഇവിടെ എടുക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടി എന്ന് പറയപ്പെടുന്ന ഇവരുടെ തന്നെ നേതാവിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ ചാണ്ടി ഉമ്മനോട് ചോദിച്ചാലും ഈ വ്യക്തിയുടെ പ്രവൃത്തി എന്താണെന്നറിയാം. ഇദ്ദേഹത്തിന് മാധുവടങ്ങുന്ന ജേർണലിസ്റ്റുകൾക്ക്, അതേപോലെ രാഷ്ട്രീയ കോൺഗ്രസ് നേതാക്കന്മാർക്ക് രാഹുൽ എന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ പ്രവർത്തികളും സ്വഭാവങ്ങളും എന്താണ് എന്ന് ഇതിനു മുൻപും കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ടാകാം. കാരണം എല്ലാവരും സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഇയാളുടെ ക്യാരക്ടർ അറിയാതെയല്ല ഷാഫി പറമ്പിൽ ഇത് കൊണ്ടുവന്നത്. ഇയാളുടെ ക്യാരക്ടർ അറിയാതെയല്ല VD സതീശനും രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ ഇദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ഇവർ എന്തായിരുന്നു ഉദ്ദേശിച്ചത്? ജനങ്ങളൊക്കെ അത് സഹിച്ചോട്ടെ എന്ന്. പിന്നെ ഈ വിഷയം പുറത്തേക്ക് വരുന്നു, നിരവധിയായ വിഷയം പുറത്തേക്ക് വരുന്നു, അനവധിയായ വിഷയം പുറത്തേക്ക് വരാതെ ഇരിക്കുന്നു. അങ്ങനെയുള്ള ഈ സമയത്ത് ഇവരെന്താ പറഞ്ഞത്? യൂത്ത് കോൺഗ്രസിൽ നിന്ന് 24 മണിക്കൂറിനകം സംഘടനയിൽ നിന്ന് മാറ്റി. എന്താ കാര്യം? ഇവരുടെ സംഘടനയ്ക്ക് വേണ്ടാത്ത ആളെ പാലക്കാട് ജനം പേറിക്കൊള്ളണം, കേരളം അത് അംഗീകരിച്ചോളണം എന്നാണോ ഇവർ പറയുന്നത്? ഇദ്ദേഹത്തിൻ്റെ സൂക്കേട് എന്ന് പറയപ്പെടുന്നത് ഒരു അസുഖം കൂടിയാണ്. ആ സൂക്കേടുള്ള 2 പേരാണ് ഇപ്പോൾ പ്രമുഖരായിട്ട് കേരളത്തിലുള്ളത്. ഒന്ന് വിയ്യൂർ ജയിലിൽ കിടക്കുന്നുണ്ട്, ഒരാൾ നിയമസഭയിൽ ഇരിക്കുന്നുണ്ട്. ഒരുത്തൻ്റെ പേര് ഗോവിന്ദച്ചാമിയും മറ്റൊരുത്തൻ്റെ പേര് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുമാണ്. ഈ 2 പേർക്കും ഒരേ സൂക്കേടാണ്. ആ സൂക്കേട് ഉള്ള ആൾക്ക് പറ്റിയ പണിയല്ല ജനപ്രതിനിധിയാവുക എന്ന് പറയപ്പെടുന്നത്. ആ ജനപ്രതിനിധിക്ക് ഉത്തരവാദിത്തമുണ്ട്. ധാർമ്മികത എന്ന് പറയപ്പെടുന്ന പദത്തിൻ്റെ അർത്ഥം കൃത്യമായി മനസ്സിലാക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തല്ല അവർ പുറത്താക്കേണ്ടത്, പകരം MLA സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിനെ പുറത്താക്കണം. കാരണം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കുമ്പോൾ നേരത്തെ മാധു നൗഷാദ് അലിയോട് ചോദിച്ച ചോദ്യമുണ്ട്, ഇദ്ദേഹത്തിൻ്റെ ചേറ്റല്ല എന്ന് നിഷേധിച്ചിട്ടുണ്ടോ? അതാണ് പ്രധാന ചോദ്യമാണല്ലോ. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തിൽ നിന്ന് ഈ വ്യക്തിയെ ടിയാനെ പുറത്താക്കുന്ന സമയത്ത്, രാഹുലിനെ പുറത്താക്കുന്ന സമയത്ത് യൂത്ത് കോൺഗ്രസ് അത് കൃത്യമായി അഡ്രസ്സ് ചെയ്തല്ലോ. കോൺഗ്രസ് പാർട്ടി അത് അംഗീകരിച്ചല്ലോ. ഇദ്ദേഹം ഈ വിഷയത്തിൽ ആരോപിതനാണ് എന്നും ആ ആരോപിച്ച വിഷയം യാഥാർത്ഥ്യമാണ് എന്ന് അവർക്ക് മനസ്സിലാകാതെ വെറുതെ അവരവരുടെ നേതാവിനെ എടുത്ത് പുറത്തേക്ക് ഇടില്ലല്ലോ. അപ്പോൾ ഈ ഒരു കാര്യം അവർക്ക് വളരെ വ്യക്തമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ അവരുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. അങ്ങനെയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ജനപ്രതിനിധിയായി നിൽക്കുന്ന ഈ വ്യക്തി ആ നിയമസഭാംഗത്വം രാജിവെച്ച് ജനങ്ങളോട് ഉത്തരവാദിത്തം കാണിക്കേണ്ടതല്ല. ഇവരുടെ നിലപാടുകൾ കേസുണ്ടോ, ഈ രാജ്യത്തെ നിയമത്തിന് വിരുദ്ധമായ എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് വളരെ കോൺഫിഡൻസോട് കൂടിയാണ് ചോദിക്കുന്നത്. ഇല്ല, അങ്ങനെ രാജ്യത്തിന്റെ നിയമത്തിന് മുന്നിൽ വരാൻ പോലും ത്രാണിയില്ലാത്ത ഇരകളാണ്. അങ്ങനെയല്ല മാധുവും ഞാനും നൗഷാദ് അലിയും വസീഫും ഒക്കെ ഇവിടെ ജീവിക്കുന്ന ആളുകളല്ല. നമ്മളൊക്കെ അരിയാഹാരം കഴിച്ച് ജീവിക്കുന്ന ആൾ. നമുക്ക് സാമാന്യ ബോധം എന്ന് പറയപ്പെടുന്ന കാര്യവുമുണ്ട്. ഈ വ്യക്തിയെ കേസുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചോട്ടെ, ഈ വ്യക്തിയെ സംബന്ധിച്ചുള്ള ചാറ്റുകളും ഈ വ്യക്തിയെ സംബന്ധിച്ചുള്ള വോയിസുകളും ഈ വ്യക്തിയെ സംബന്ധിച്ച് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞ കാര്യങ്ങളും ഈ വ്യക്തിക്ക് നിഷേധിക്കാമല്ലോ. എന്നെക്കുറിച്ച് സമൂഹത്തിൽ അപമാനിക്കാൻ വേണ്ടി കൃത്യമായിട്ടുള്ള ഗൂഢാലോചന നടത്തി ആളുകൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ഈ വ്യക്തി പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടോ? അദ്ദേഹം MLA അല്ലേ? കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൻ്റെ ഏതെങ്കിലും പോലീസ് സംവിധാനത്തിനകത്ത് അദ്ദേഹത്തിന് അനാവശ്യമായിട്ട് മോശകരമായി പൊതുസമൂഹത്തിന് മുമ്പിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഈ പറഞ്ഞ പെൺകുട്ടികൾക്ക് നേരെ പരാതി കൊടുത്തിട്ടുണ്ടോ? ഇനി ഈ പെൺകുട്ടികൾ എന്ന് പറയപ്പെടുന്നത് രാഷ്ട്രീയക്കാരല്ലല്ലോ, അവർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരൊന്നുമല്ലല്ലോ. അവർ ഗൂഢാലോചന നടത്തിയെന്നാണോ ഇവരുടെ വാദം എന്ന് പറയപ്പെടുന്നത്? അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പിന്നെ ഇവർ ഈ പരാതി കൊടുക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്നറിയാലോ. ആ വ്യാപ്തിയുള്ള ആളുകൾ അതിൻ്റേതായിട്ടുള്ള രഹസ്യങ്ങളുണ്ട്, അവരുടെ ഫ്യൂച്ചർ ഉണ്ടാവും, അവരുടെ കുടുംബം, അവരുടെ നാടൊക്കെ അവർ പല കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടായിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കും പലരും പരാതി കൊടുക്കാത്തത്. ആ പരാതി കൊടുക്കാത്ത ആളുകളുടെ വിഷയം ഉന്നയിച്ചപ്പോൾ രാജിവെപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറായി എങ്കിൽ, ആ പരാതി ഇല്ല ശരിയല്ല എങ്കിൽ അവർക്ക് നേരെ പരാതി കൊടുക്കാനുള്ള ഉത്തരവാദിത്തം MLAക്ക് അറിയില്ലേ? MLA പഠനം അറിയാത്ത വ്യക്തിയാ? അപ്പൊ ഇതൊക്കെ അംഗീകരിച്ചുകൊണ്ടാണല്ലോ അയാൾ കോൺഗ്രസിൽ നിന്ന് പുറത്തുപോയത്, അയാൾ സ്ഥാനം രാജിവെച്ചത്. അപ്പൊ അയാൾക്ക് ഉത്തരവാദിത്തമുണ്ട് പാലക്കാടിന്റെ ജനങ്ങളോട്
നിങ്ങൾ ഉണ്ടാക്കി വെച്ച ബലൂൺ എന്ന് പറയപ്പെടുന്ന തട്ടിപ്പ് ബലൂണാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന്റെ അടിസ്ഥാനത്തിൽ MLA സ്ഥാനം രാജിവെച്ച് ജനങ്ങളോട് കാണിക്കേണ്ട നീതി, ആ നീതി കാണിക്കണം. കാരണം ഓക്കേ, ഞാൻ ഇടപെടുകയാണ്. എല്ലായിടത്തും പോയി കടിച്ചു വെക്കുന്ന ഈ സ്വഭാവം നല്ല സൂക്കേടാ, അത് ചികിത്സിക്കേണ്ടതാ.